അത്യാവശ്യം യൂട്യൂബിൽ വീഡിയോയിലിടുന്ന ഒരു ഫാമിലിയാണ് അഭിനന്ദു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അയാൾ പിന്നെ അവരുടെ ഭർത്താവ് അനീഷ് എന്ന് പറയുന്ന ആ വ്യക്തി ഒരു 3-4 മാസം മുമ്പ് മരിച്ചുപോയി. മരിച്ചതിന് ശേഷം ഇവരൊരു കാര്യം ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ചോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ അവരിപ്പോഴും എയറിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരുപാട് പേര് അവർക്കെതിരെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, അവർക്കെതിരെ വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് അവൻ മരിക്കാൻ വേണ്ടി കാത്തുനിന്നതാണോ, നീ അവനുമായിട്ട് പണ്ടേ ബന്ധമുണ്ടോ, നീ നമ്മളെയെല്ലാം പൊട്ടന്മാരാക്കുകയല്ലേ, അല്ലെങ്കിൽ നീ എന്തിനാ പിന്നെ അവനോടുള്ള സ്നേഹം ഇത്ര നാളും അഭിനയിക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അതായത് ആ മക്കൾക്കുമില്ല പ്രശ്നം, അതുപോലെ അവരുടെ വീട്ടുകാർക്കുമില്ല, പക്ഷേ നാട്ടുകാർക്ക് നല്ല പ്രശ്നം തന്നെയാണ്. ശരിയാണ്, എല്ലാവരും ചോദിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു നാട്ടു നടപ്പുണ്ട്. ഒരു വർഷം കഴിഞ്ഞാലേ നമ്മൾ കല്യാണം കഴിക്കാതോ, ഒരു വർഷം കഴിഞ്ഞാലേ നമ്മൾ ഓണം ആഘോഷിക്കാതോ, ഒരു വർഷം കഴിഞ്ഞാലേ നമ്മൾ വിഷു ആഘോഷിക്കാതോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ശരി തന്നെയാണ്, അത് ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ആ ഒരു വർഷം വരെയുള്ള പ്രശ്നങ്ങൾ ആരാടോ തീർക്കുക? അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നില്ല എന്ന് വെച്ചാണ്. കാരണം എന്താ വെച്ചാൽ വേണ്ട, അവരുടേതായ ഇതിൽ പോയിക്കോട്ടെ. പക്ഷേ ഒരുപാട് ആൾക്കാർ ഇതിങ്ങനെ പറയുമ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ 2 പറയണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 2 ദിവസം മുമ്പ് ചേലക്കരയിൽ ഇതുപോലെ ഒരു കുടുംബം പിന്നെ ജീവൻ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിൽ 6 വയസ്സുകാരി മരിച്ചു. അമ്മയും ഒരു കുഞ്ഞും ഇപ്പോൾ ആശുപത്രിയിലാണ്, തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെയാണ്. അപ്പോൾ അവരുടെ പ്രശ്നം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അവരുടെ ഭർത്താവ് മരിച്ചിട്ട് ഏകദേശം 2 ആഴ്ച മാത്രമേ ആയുള്ളൂ. ആ 2 ആഴ്ച കൊണ്ട് അവർക്ക് തോന്നി, ഞങ്ങളിനി എങ്ങനെ ജീവിക്കും, ഞങ്ങളിനി എങ്ങനെ ആഹാരം കഴിക്കും. അതായത് ഈ 2 കൊച്ചുങ്ങൾ, 6 വയസ്സാണ് മൂത്ത കുട്ടിക്ക്, പിന്നെ അതിൻ്റെ ഇളയ കുട്ടിക്ക് 3 വയസ്സും അങ്ങനെയാണ് പ്രായം. അപ്പോൾ ഈ കൊച്ചുങ്ങളെയും വെച്ച് ഞാൻ എന്ത് ചെയ്യും എന്നറിയാതെ, ഒരാളും പറഞ്ഞു കൊടുക്കാനില്ലാതെ പകച്ചുപോയ അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും പോയില്ലേ, ചടങ്ങെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയപ്പോഴും പിന്നെ അങ്ങ് ഒറ്റപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, അവർ മരിക്കാൻ വേണ്ടി അങ്ങ് തീരുമാനിച്ചു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇപ്പോൾ ഒരാൾ മരിക്കാൻ വേണ്ടി തീരുമാനിച്ച് ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നോട് പറയരുതോ എന്ന് പറഞ്ഞിട്ട് അയൽവാസികൾ വരും. അതുപോലെ തന്നെ എന്ത് പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ തീർത്ത് തരൂലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വരും. എപ്പോഴേ മരിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഒരുപാട് ആൾക്കാർ വരുന്നത്. നേരെ മറിച്ച് ആ മരിച്ചിരിക്കുന്ന ആ ഹസ്ബൻഡ് മരിച്ചിരിക്കുകയാണ്, ഇനി ആ 2 കുട്ടികൾക്കും ആ സ്ത്രീക്കും ഒരു എന്തെങ്കിലും ഒരു ഇത് ഹെൽപ്പ് വേണം എന്ന് വിചാരിച്ചിട്ട് ഒരാൾ പോലും ചെയ്തു കൊടുക്കത്തില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ ഇന്നും ജീവനോടെ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് എനിക്ക് റിനുവിനെയും മനസ്സിലായത്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അമ്മ ക്യാൻസർ പേഷ്യൻ്റാണ്. അവർക്കാണെങ്കിൽ വലിയ സാമ്പത്തികമില്ല. എനിക്ക് തോന്നുന്നത് ആ വീട് വെച്ചതോ ഇതൊക്കെ ആയിട്ട് ഒരുപാട് കടങ്ങളുണ്ട്. ഈ ഭാര്യയും ഭർത്താവും കൂടി ജോലി ചെയ്തിട്ടാണ് ഇങ്ങനെ ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചപ്പോഴേ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടിവള്ളിയും ഇല്ലാതെ, അതായത് കൃത്യ സമ്പാദ്യങ്ങളില്ല, അല്ലെങ്കിൽ ബന്ധുക്കളില്ല, സഹായിക്കാൻ വേണ്ടി സഹോദരങ്ങളില്ല, അച്ഛനില്ല, ആകെയുള്ളത് ഒരു ക്യാൻസർ പേഷ്യൻ്റ് അമ്മ മാത്രമാണ്. ഈ അമ്മ മാത്രമായതുകൊണ്ട് തന്നെ അവരൊരു നിമിഷം, അതായത് തൻ്റെ മക്കളെ പഠിപ്പിക്കണം, അതുപോലെ തന്നെ അമ്മയുടെ ചികിത്സ നടത്തണം, ഇതൊക്കെ കൊണ്ട് അവരെന്ത് ചെയ്തു, അനുയോജ്യനായ ഒരാളെ കിട്ടിയപ്പോൾ അവരങ്ങ് കല്യാണം കഴിച്ചു. അല്ലാതെ അവർ വേറെ എവിടെ പോയിട്ടൊന്നുമില്ലല്ലോ. അവർ ഒളിച്ചോടി പോയിട്ടില്ല, അല്ലെങ്കിൽ അവർ വേറെ ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവർ വേറെ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവർ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് 1 വർഷം നിങ്ങൾ നിന്നില്ല? അതാണ് അവർ ചോദിക്കുന്നൊരു കാര്യം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അതായത് ഇവരുടെ അമ്മയ്ക്ക് ക്യാൻസറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ ക്യാൻസർ ആയപ്പോൾ ഈ ചങ്ങാതി, അതായത് ഈ അനീഷ് എന്ന് പറയുന്നവൻ അതുപോലെ നോക്കിയിട്ടാണ് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഒരു പക്ഷേ ഈ 1 വർഷം ഇനിയിപ്പോൾ ആ ഒരു ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടില്ലെങ്കിൽ അവർ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ മരണപ്പെട്ടു പോകും. ചിലപ്പോഴേ പറയാൻ പറ്റൂല നമുക്ക്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും ഈ ഒരു പ്രശ്നം തന്നെയാണ് വരുന്നത്. ഏതായാലും അവരുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്ന മൂത്ത ചെറുക്കൊക്കെ പ്രായപൂർത്തി ആയതാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ആലോചിച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാകുക. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ചില ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 1 വർഷം എന്തുകൊണ്ട് നിന്നില്ല എന്നുള്ള ചോദ്യമാണ് എല്ലാവർക്കും. അതായത് 3-4 വയറ് നിറയേണ്ടത് ആർക്കും ചോദിക്കാനില്ല, അല്ലെങ്കിൽ ഒരാൾ പോലും സഹായിക്കാനും വരില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ പല കുടുംബങ്ങളും ഇങ്ങനെയുള്ള വഴികൾ തിരഞ്ഞെടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബനാഥൻ പോയി കഴിഞ്ഞാൽ അയാളെ ആശ്രയിച്ചിട്ട് മാത്രം ജീവിക്കുന്നവരാണ്, അല്ലാതെ വേറൊരു സ്ഥലത്ത് ജോലിക്ക് പോകുന്നവരല്ല. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ് ഒരു 2 വർഷത്തിനുള്ളിൽ തന്നെ എന്ന് പറഞ്ഞാൽ പെണ്ണും പിള്ളയും ജോലിക്ക് വിട്ടേക്കണം. അവർക്ക് എവിടെയാ ജോലി എന്ന് പറഞ്ഞാൽ അവർ ജോലി ചെയ്തേക്കണം. എന്ന് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് പിന്നീട് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ചിലപ്പോൾ ഒരു ഡിവോഴ്സ് ചെയ്താലോ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ മുകളിലോട്ടൊക്കെ നിൽക്കേണ്ടി വരുമായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഉണ്ടായിരുന്നു. കാരണം അവൻ പെട്ടെന്ന് മരിച്ചപ്പോൾ അവൻ്റെ ഭാര്യ മുകളിലോട്ടൊക്കെ നിൽക്കേണ്ടി വന്നു. കാരണം എന്താ, വലിയ പഠിത്തമൊക്കെ ഇല്ലയാന്ന്, BEd ഒക്കെ കഴിഞ്ഞാന്ന്. പക്ഷേ എന്താ, അവൻ ഒരു സ്ഥലത്ത് ജോലിക്ക് വിടത്തില്ല.
അതുകൊണ്ട് എന്താണ് അവൻ പെട്ടെന്ന് മരിച്ചപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. അതായത് കല്യാണം കഴിഞ്ഞൊരു 10-16 വർഷം എവിടെയും പോയിട്ടില്ല. അപ്പം ഇങ്ങനെ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുക, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് അവരെ സഹായിക്കുക, പിന്നെ എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ കൂടെ നിൽക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഗാലറിയിൽ ഇരുന്ന് കളി കാണാൻ എല്ലാവർക്കും നല്ല ഉത്സാഹമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയെങ്കിലും സങ്കടം കാണുമ്പോഴോ അവർ കഷ്ടപ്പെടുന്നത് കാണുമ്പോഴോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ വീഡിയോ ഇടുന്നൊക്കെ ആരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് സ്വന്തം നാട്ടുകാരനും വീടിൻ്റെ അടുത്തുള്ളവനുമായിരിക്കും. അവൻ വരെ എന്ന് പറഞ്ഞാൽ കുറ്റം പറയും. ഒരാൾ പോലും സഹായിക്കാനുണ്ടാവില്ല. കഞ്ഞി കുടിച്ചോന്ന് ചോദിക്കാൻ ഒരു മനുഷ്യനുണ്ടാവില്ല. നേരെ മറിച്ച് കുറ്റം പറയാൻ 100 ആൾക്കാർ കാണും എന്നുള്ളതാണ്. നമുക്കറിയാലോ, ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിച്ച് പോകണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലമൊന്നുമല്ല. ഒരു 1960-70 ആണെങ്കിൽ നമുക്കൊരു കഞ്ഞി ഒരു മോര് കറിയും മതി. ഇപ്പം അത് മതിയോ? ഇപ്പം അത് മതിയാ ജീവിക്കാൻ വേണ്ടി. ഇവിടെ പട്ടിണി കിടക്കണ്ടെങ്കിൽ ഇപ്പോൾ 500 റുപ്യ വേണമെന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ മീൻ പണിക്കണ്ടേ, പിന്നെന്ന് പറഞ്ഞാൽ പെട്രോൾ അടിക്കണ്ടേ, അതുപോലെ നടന്നു പോകുമ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കണ്ടേ. ഒരു നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ₹100 കാലിയാവുമായിരുന്നു. അപ്പം അങ്ങനെ പട്ടിണി കിടക്കാൻ പേര് 500 റുപ്യ വേണ്ട ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ 80-ലും 60-ലൊക്കെ എന്ന് പറഞ്ഞാൽ കാലണ 2 ഉണ്ടെങ്കിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക കഞ്ഞിയും അതുപോലെ വേറെ എന്തെങ്കിലും ഒരു കറിയും ഉണ്ടെങ്കിൽ കാര്യം കഴിഞ്ഞു. ഇന്ന് അങ്ങനെയല്ല. ഇന്നെന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവൻ മാറിയിരിക്കുകയാണ്. ജീവിതം മുഴുവൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും വാശിയോടുകൂടി ചില ആൾക്കാർ ജീവിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. പൈസയുള്ളവനൊക്കെ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ജീവിക്കുന്നു. ഇല്ലാത്തവൻ അവൻ്റെ കൂടെ എത്താൻ വേണ്ടിയിട്ട് കടം മേടിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ കൂടെ എങ്ങനെയെങ്കിലും എത്തണം എന്ന് വിചാരിച്ചിട്ട് ഗൾഫിൽ പോയിട്ട് പട്ടിണി കിടന്നിട്ട് പോലും ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുള്ള നാടാണ് നമ്മളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതായത് ഈ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിൽ തെറ്റ് കണ്ടുപിടിക്കാതെ ശരിയാണ് അവരങ്ങനെ ചെയ്തു പോയി ചെയ്യട്ടെ, അവരതാണ് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുന്നതിന് പകരം നമ്മളൊക്കെ കുറ്റപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്നത് തീരെ ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അടിയിൽ ആ ചേലക്കര ഈ ഒരു സംഭവം നടന്നപ്പോഴേ അതിൻ്റെ അടിയിൽ കണ്ട ഒരുപാട് കമൻ്റ് ഉണ്ട്. അയ്യോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചുകൂടായിരുന്നോ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുമായിരുന്നല്ലോ ആ കുരുന്നുകളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ മറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ പോലും ഒരു ഗ്ലാസ് വെള്ളം വരെ കൊടുക്കത്തില്ല. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് സകലതും കൊടുക്കാമെന്ന് പറഞ്ഞ ഇവിടെ ആൾക്കാരുണ്ട്. അതാണ് നമ്മുടെ മലയാളികളുടെ പൊതുവെയുള്ള ശീലം. ഇതാണ് മാറേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു 6 വയസ്സുകാരി, അവർ 6 വയസ്സുകാരിയും അതുപോലെ ഈ 3 വയസ്സുകാരിയും ഒക്കെ എടുത്തിട്ട് അവർ മരിക്കാൻ നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് വിഷമമുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അവർ ഭർത്താവിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുകയാണ്. വേറെ ഒരു തരത്തിലുള്ള ഒരു മുന്നോട്ടുള്ള മാർഗവും അവരുടെ മുമ്പിൽ ഉണ്ടാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും സഹായിക്കാനില്ലാത്ത ഒരു ഘട്ടത്തിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ലോണില്ലാത്ത മനുഷ്യന്മാരിലെ ഇപ്പോഴും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിനി എന്ത് ഭർത്താവ് മരിച്ചു ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് ലോൺ അടക്കേണ്ടത് അടച്ചു തന്നെ തീർക്കണം. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും ജീവിക്കാൻ വേണ്ടി നോക്കുക. ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ അങ്ങ് പുറത്തങ്ങ് വിടുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.